തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചു ചേർത്ത യോഗം ഇന്ന് നടക്കും. തൃശൂർ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ജില്ലയിലെ മന്ത്രിമാരും പെസോ ഉദ്യോഗസ്ഥരും ദേവസ്വം ഭാരവാഹികളും പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിന് മുന്നോടിയായി പെസോ ഉദ്യോഗസ്ഥർ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും മറ്റും ഇന്നലെ പരിശോധിച്ചിരുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർണായകമായ യോഗം ഇന്ന് കളക്ടറേറ്റിൽ വിളിച്ചിരിക്കുന്നു. ജില്ലയിലെ മന്ത്രിമാരുണ്ട്, ദേവസ്വം ഭാരവാഹികളുണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പൂരം നഗരിയിൽ പ്രത്യേകിച്ചും വെടിക്കെട്ട് നടത്തുന്ന മേഖലയിലെ സുരക്ഷയുമൊക്കെ പരിശോധിച്ച ഉദ്യോഗസ്ഥരുമെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മനോജ്. വിനോദ്, 10 മണിക്കാണ് തൃശൂർ കളക്ടറേറ്റിൽ യോഗം ആരംഭിക്കുക. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രിമാരും കളക്ടറും കമ്മീഷണറും ദേവസ്വം ഭാരവാഹികളും അടക്കം പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുള്ള കുറേയധികം അനിഷ്ട സംഭവങ്ങൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട് അതൊക്കെ തന്നെ കണക്കിലെടുത്താണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ പൂരത്തിൻ്റെ തയ്യാറെടുപ്പുകൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി കേന്ദ്രമന്ത്രി പ്രത്യേകം ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലെ കൂടുതലും ചർച്ചയാകുന്നത് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ്. വെടിക്കെട്ടിലെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി കൂടുതൽ ജനകീയമായുള്ള രീതിയിൽ പൂരം നടത്തുക, അതോടൊപ്പം തന്നെ കൂടുതൽ ജനങ്ങൾക്ക് ഈ വെടിക്കെട്ട് കാണുവാൻ സാധിക്കുക എന്നുള്ള അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം പെസോ ഉദ്യോഗസ്ഥർ ഈ സ്ഥലം സന്ദർശിച്ച് അത് കൃത്യമായി വിലയിരുത്തിയിരുന്നു. നിലവിൽ 100 മീറ്റർ അകലെ നിന്നാണ്, ഫയർ ലൈനിൽ നിന്നും 100 മീറ്റർ അകലെ നിന്നാണ് ജനങ്ങൾക്ക് വെടിക്കെട്ട് കാണുവാൻ വേണ്ടി സാധിക്കുക. അത് 60 മീറ്ററിലേക്ക് ചുരുക്കിക്കൊണ്ട് കൃത്യമായും ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വെടിക്കെട്ട് കാണുവാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ അനാവശ്യമായുള്ള ഇടപെടലുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ ഭക്തജനങ്ങൾക്ക് നേരെയും ക്ഷേത്ര ഭാരവാഹികൾക്ക് നേരെയും ഒക്കെ വലിയ തരത്തിലൊരു കയർത്തുകൊണ്ട് അവരുടെ ഒരു സമീപനം അതൊക്കെ തന്നെ പുറത്തു വന്നതാണ്. അത്തരം സമീപനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു, നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ പൂരവുമായി ബന്ധപ്പെട്ട് ഇനിയും ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് അതിൽ കൃത്യമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ടുള്ള ഓരോ തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ട് ഈ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും ഈ യോഗവുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ അത് രാവിലെ തന്നെ ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു. കാരണം അവർ ഉന്നയിക്കാൻ പോകുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ മുൻപ് നടന്നിരുന്ന പൂരങ്ങൾ അതിൽ നിന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായാണ് ഇത്തരത്തിൽ ഈ അധികാരികൾ ഈ പൂരത്തിൻ്റെ നടത്തിപ്പ് കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ദേവസ്വം ഭാരവാഹികൾ ഉൾപ്പെടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ പല മേഖലയിലേക്കും കടത്തിവിടാത്ത സാഹചര്യം ഉണ്ടാക്കുകയും പോലീസ് പൂരം നടത്തിപ്പുകാരായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിൽ നിന്നും മാറി കൃത്യമായും ആചാരപ്പെരുമയോടെയും ആ പൊലിമയോടെയും കൂടി പൂരം നടത്തണമെങ്കിൽ പൂരം നടത്തി ശീലമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആചാരപ്പെരുമയോടെ നടത്താൻ ശേഷിയുള്ള നേരത്തെ ഈ ക്ഷേത്രത്തിൻ്റെയും ദേവസ്വങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അത്തരത്തിൽ ആ ഒരു രീതിയിൽ തന്നെ പൂരം നടക്കണം. അതിൽ സഹായകരമാകുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ പോലീസ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടുള്ളൂ. അത്തരത്തിൽ ഒരു പൂരം നടത്തിപ്പുകാരായി പോലീസ് മാറേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അത്തരം ആവശ്യങ്ങളായിരിക്കും ദേവസ്വം മുന്നോട്ട് വയ്ക്കുക. എന്തായാലും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച കൂടുതലായി വരുന്ന സമയം പെസോ ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടേതായ കൃത്യമായിട്ടുള്ള നിഗമനങ്ങളും മറ്റ് വിലയിരുത്തലുകളും ഒക്കെ ചർച്ചയാവും. എന്തായാലും ഈ യോഗത്തിന് ശേഷം തുടർ നടപടികളുണ്ടാകും. ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ വെടിക്കെട്ട് നടക്കുന്ന ഈ ഭാഗം അവിടേക്ക് പെസോ ഉദ്യോഗസ്ഥരെത്തും. ഒപ്പം കേന്ദ്രമന്ത്രിയും അവിടേക്ക് എത്തും, പരിശോധിക്കും, കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തും. എന്തൊക്കെയാണ് ഇളവ് വരുത്തി പൂരം ജനകീയമാക്കി ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി നടത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ തവണ പൂരത്തിനിടെയുണ്ടായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, വെടിക്കെട്ട് നിർത്തി വയ്ക്കേണ്ടി വന്ന സാഹചര്യം, പല ആചാരങ്ങളും പകുതി വഴിയിൽ വെച്ച് നിർത്തേണ്ടി വന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റുള്ള ബാഹ്യശക്തികളുമൊക്കെ ഇടപെടലായിരുന്നു ഇത്തരമൊരു സംഭവത്തിലേക്കൊക്കെ വഴിവെച്ചത്. തിരുവമ്പാടി ദേവസ്വം ഉൾപ്പെടെ വെടിക്കെട്ട് നിർത്തിവെച്ച് പിറ്റേ ദിവസമാണ് ഈ വെടിക്കെട്ട് നടത്തുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ നിന്നൊക്കെ മാറി കൃത്യമായുള്ള രീതിയിൽ ആ ഒരു പൂരം ഏറ്റവും കൂടുതൽ പൊലിമയോടുകൂടി ഇനി വരുന്ന വർഷങ്ങളിൽ നടത്തുവാനുള്ള ഒരു തുടക്കം തന്നെയാണ് ഈ യോഗത്തിൽ നടക്കുന്നത്. ആ നിയന്ത്രണങ്ങൾ അത് കൃത്യമായും പഴയകാല പെരുമയോടുകൂടി പൂരം എങ്ങനെയാണോ മുൻകാലങ്ങളിൽ നടന്നിരുന്നത് അതേ ഗരിമയോടെ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിൽ വെടിക്കെട്ട് ജനങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ആദ്യം അത് നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തി അത് സാധ്യമാക്കുക എന്നുള്ള കാര്യമാണ് ചർച്ചയാകുന്നത്. ഇതിലെ കൂടുതൽ സാധ്യതകൾ പരിശോധിച്ച് ഏതൊക്കെ തരത്തിലാണ്
ജനങ്ങളെയും അതോടൊപ്പം തന്നെ ഈ ഒരു ആചാരങ്ങളെയും ഒക്കെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുക എന്നുള്ള കാര്യം അത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ യോഗത്തിൽ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. ആ അഭിപ്രായങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് കൃത്യമായും കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വിലയിരുത്തലുണ്ടാകും. അതിനെ തുടർന്നുള്ള നടപടികളുണ്ടാകും. വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പൂരപ്രേമികളും അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ഭാരവാഹികളും. തീർച്ചയായും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു യോഗമാണ് തൃശ്ശൂർ കളക്ട്രേറ്റിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ മന്ത്രിമാർ, അതേപോലെ തന്നെ പൂരം ഭാരവാഹികൾ, ദേവസ്വം ഭാരവാഹികൾ, പെസോ ഉദ്യോഗസ്ഥർ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും മനോജ്.